എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡാണ്. ക്രിസ്മസിൻ്റെ ടൈമിൽ നമ്മൾ വീട്ടിൽ ഒരുപാട് സ്പെഷ്യൽ ഫുഡൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യാറുണ്ട്. ഒരുപാട് ഗസ്റ്റ് വരുന്ന ടൈമാണ്. നമ്മൾ ഹോളി കുർബാനയൊക്കെ നമ്മൾ കാണാനായിട്ട് അതിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ടൈമാണ്. അപ്പോൾ ഈ ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡിൽ അതിന് സ്യൂട്ടബിളായിട്ടുള്ള ഒരു സ്നാക്കാണ് ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നത്. നമ്മളുടെ എല്ലാവരുടെയും വീട്ടിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്നാക്കാണ് കട്ട്ലേറ്റ്സ്. അപ്പോൾ ഈ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് ബീഫ് കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കണ്ടു നോക്കാം. ഞാനിവിടെ 1/2 kg ബീഫ് ക്യൂബ് ചെയ്ത് ഡൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ക്ലീൻ ചെയ്തിട്ട്. അപ്പോൾ ഞാനിതിലേക്കൊരു 1 ടീസ്പൂൺ പെപ്പർ ആഡ് ചെയ്യുന്നുണ്ട്, പിന്നെ ഒരു 1 ടീസ്പൂൺ ടേമറിക്ക്, പിന്നെ ഒരു 1/2 ഗ്രീൻ ചില്ലി ഡൈസ് ചെയ്തിരിക്കുന്നത്, എരിവ് അനുസരിച്ചിട്ട് വേണം ആഡ് ചെയ്യാൻ, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഫെനൽ, സോൾട്ട് ആവശ്യത്തിന് ആഡ് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ സ്മഷ് ചെയ്തെടുത്തേക്കുന്നത്. പിന്നെ വെള്ളം ആവശ്യത്തിന് ആഡ് ചെയ്യുക. നമ്മൾ വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്, പക്ഷേ അത് അടി ബേൺ ആവാതിരിക്കാനായിട്ടും അതേപോലെ തന്നെ അത് കറക്റ്റായിട്ട് കുക്കായിട്ട് വരാനും വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് പ്രഷർ കുക്ക് ചെയ്ത് നമ്മൾ നല്ലപോലെ വെള്ളമൊക്കെ ഇവാപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് നമ്മൾ ചൂടാറിയ ശേഷം നമ്മൾ മിൻസ് ചെയ്തെടുക്കണം. ഞാനിവിടെ ചതച്ചെടുക്കാനായിട്ട് കുറച്ച് കറി ലീവ്സ്, 1/2 ടീസ്പൂൺ പെപ്പർ, ഒരു 1/4 ഫെനലും, പിന്നെ കുറച്ച് കായും, ഇത്രയും വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക. നമ്മൾ ഇനി അതിൻ്റെ മസാല ഉണ്ടാക്കുമ്പോഴത്തേന് നമുക്കിത് ആഡ് ചെയ്യാനുള്ളത്. വേറൊരു പാനിൽ നമ്മൾ കോക്കനട്ട് ഓയിൽ ചൂടാക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 2.5 വലിയ സൈസ് ഓണിയൻ ഞാൻ ക്യൂബ് ഡൈസ് ചെയ്ത്, പിന്നെ ഒരു 1/2 ഗ്രീൻ ചില്ലിയും കൂടി നല്ലപോലെ ട്രാൻസ്ലൂസൻ്റ് ആക്കി എടുക്കുക. ഇതിലേക്ക് നമ്മൾ ചതച്ച സീസണിങ്സ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് നല്ലപോലെ ഒന്ന് വഴറ്റി നല്ലപോലെ ട്രാൻസ്ലൂസൻ്റ് ആയിട്ട് വരണം. വെള്ളം നല്ലപോലെ ഇവാപ്പറേറ്റ് ചെയ്യണം. ഇതിലേക്കൊരു 1 ടീസ്പൂൺ കൊറിയാൻഡർ പൗഡറും കൂടി ആഡ് ചെയ്യാം. എല്ലാം ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഇത് ഓവറോൾ പർപ്പസ് നമ്മൾ ബീഫ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴും ഇത് മസാല പ്രിപ്പയർ ചെയ്യുമ്പോഴും എല്ലാം ഈവനായിട്ട് വരണം. ഒരുപാട് രണ്ടിടത്തും നമ്മൾ ഒരുപാട് മസാലാസ് ആഡ് ചെയ്യരുത്. അതുപോലെ തന്നെ ഇത് നല്ല ട്രാൻസ്ലൂസൻ്റ് ആയിട്ട് വരണം. അതിൻ്റെ വാട്ടറൊക്കെ ഇവാപ്പറേറ്റ് ചെയ്ത് ഒരു 1/4 ഗരം മസാലയും ആവശ്യത്തിന് കായവും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്, കുറച്ചും കൂടി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ പ്രഷർ കുക്ക് ചെയ്ത ബീഫ് ഞാൻ മിൻസ് ചെയ്തെടുത്തതാണ്, അത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇതും നമ്മുടെ മസാലയും കൂടി മിക്സ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ പൊട്ടാറ്റോ സ്മാഷ് ചെയ്ത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 3 ലാർജ് പൊട്ടാറ്റോസാണ് ഞാൻ എടുത്തത്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് നമ്മൾ മേർജ് ചെയ്ത് വെക്കുക. ഇത് ചൂടാറി കഴിഞ്ഞിട്ട് വേണം നമുക്കിതിൻ്റെ ഷേപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പലപ്പോഴും കട്ട്ലേറ്റ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എല്ലാവർക്കും കോമൺ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്, എന്തുകൊണ്ട് കട്ട്ലേറ്റ് ഇതിങ്ങനെ പൊട്ടിപ്പോകുന്നു അല്ലെങ്കിൽ ഇതിങ്ങനെ വിട്ടു പോകുന്നു എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്, നമ്മൾ പൊട്ടാറ്റോസ് സ്മാഷ് ചെയ്തെടുക്കുമ്പം അപ്പോൾ അതിലൊട്ടും മോയ്സ്ചറിൻ്റെ കണ്ടൻറ്റ് പാടില്ല. അതുപോലെ തന്നെ നമ്മൾ മീറ്റ് പ്രിപ്പയർ ചെയ്തെടുക്കുമ്പോഴും അതിൻ്റെ ഒട്ടും വെള്ളമൊന്നും കാണാൻ പാടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളത് റോൾ ചെയ്തെടുക്കുമ്പോൾ അതിന് നല്ലൊരു ഷേപ്പ് ഫോം ചെയ്യത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫോമിൽ നമുക്ക് എടുക്കാം. നമുക്ക് സ്പൂണിൽ വെച്ചിട്ട് അതിൻ്റെ ഒരു ഓവൽ ഷേപ്പിൽ എടുക്കാം. അതല്ല എങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു കുക്കി കട്ടർ വെച്ചിട്ട് ഇഷ്ടമുള്ളൊരു ഡിസൈർഡ് ഷേപ്പിൽ നമുക്കത് എടുക്കാൻ പറ്റും. അപ്പോൾ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് പ്രിഫറബിളി പാടില്ല എന്നുള്ളതാണ് എൻ്റെ മെയിൻ റീസൺ വിട്ടുപോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങാനും തോന്നുക അതൊരു ജസ്റ്റ് ഇത്തിരി കൂടി ഒരു ലൂസ് കണ്ടൻറ്റ് ആണെങ്കിൽ റൈസ് ഫ്ലവർ ഒരു ഇത്തിരി സ്പ്രിങ്കിൾ ചെയ്താൽ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കുറച്ചും കൂടി ഒരു ഗ്രിപ്പ് കിട്ടും അത് പിടിക്കാനായിട്ട്. പിന്നെ അതേപോലെ തന്നെ എനിക്കിവിടെ അവൈലബിൾ ആയിട്ട് കൂടുതലും വൈറ്റ് അനിയൻസ് ആണ്. അപ്പോൾ വൈറ്റ് അനിയൻസിൻ്റെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്, അതിന് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഒത്തിരി കൂടുതലാണ് കമ്പയർഡ് ടു റെഡ് അനിയൻസ്. നല്ല സ്ലിപ്പറിയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആ അനിയൻസ് ആദ്യം നമ്മൾ ചോപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതെടുത്തിട്ട് നമ്മൾ ടിഷ്യൂ പേപ്പർ ടവലിൽ ജസ്റ്റ് ഒന്ന് സ്ക്വീസ് ചെയ്തെടുത്താൽ അതിൻ്റെ എക്സസ് വാട്ടർ ഒന്ന് അബ്സോർബ് ആയി കിട്ടും. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ഹെൽപ്ഫുൾ ആവും അത് കമ്പൈൻ ചെയ്യുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ, ഡീപ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ക്രൗഡ് ചെയ്ത് അത് ഇടാതിരിക്കുക, ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അപ്പോൾ അത് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പിന്നെ എന്താ സംഭവിക്കുക വെച്ചാൽ, ഒരുപാട് ഓയിൽ അത് കുടിക്കും. ഓയിൽ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ടെമ്പറേച്ചർ ഡ്രോപ്പ് ഡൗൺ ചെയ്തിട്ട് അതിൻ്റെ ഒരുപാട് അകം നന്നായിട്ട് കുക്കാവുകയില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കട്ട്ലേറ്റ് കിട്ടും. ഞാനിവിടെ കുറച്ച് കറി ലീവ്സ് ജസ്റ്റ് ഓയിലൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് അത് ഡ്രൈ ആയപ്പം ബ്രെഡ് ക്രംസിലൊന്ന് പൊടിച്ചിടുക. അപ്പോൾ നമ്മൾ ഡിപ്പ് ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവറും സ്മെല്ലും ഒക്കെ വരും കട്ട്ലേറ്റിന്. അപ്പോൾ അതിനുവേണ്ടി മാത്രം അത് ഓപ്ഷനിലാണ്.
നമ്മുടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാലയിൽ നിന്ന് ഞാനിപ്പം ഷേപ്പ് ചെയ്ത് എടുക്കുക. അപ്പോൾ ജസ്റ്റ് പ്ലെയിൻ സർക്കുലർ ഷേപ്സ് ആണ് ഉണ്ടാക്കുന്നത്. വേറെ ഒരുപാട് ഫാൻസി ആയിട്ടുള്ള ഷേപ്സ് ഒന്നും ഉണ്ടാക്കുന്നില്ല. കൈ കൊണ്ട് തന്നെ ഞാൻ മോൾഡ് ചെയ്തെടുക്കുക. ഇപ്പോൾ കയ്യിൽ വേറെ ഒന്നും ഉണ്ടാവാൻ പാടില്ല. ജസ്റ്റ് നമ്മൾ വെള്ളമൊന്നും തൊടണ്ട, അല്ലാതെ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് സൂക്ഷിച്ച് തന്നെ എടുക്കുക. ഇതിപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിരിക്കും, കാരണം ഇതിനകത്ത് മോയ്സ്ചറൊന്നും ഇല്ലാതെ വന്നുകൊണ്ട് അതിൻ്റെ ഷേപ്പ് ഫോം ചെയ്യാനും ഈസി ആയിരിക്കും. ഞാനിവിടെ 2 എഗ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എഗ് വൈറ്റ്സ് ആണ്, അതെടുത്ത് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം ഡിപ്പ് ചെയ്യുന്നത് എഗ് വൈറ്റ്സിലേക്കാണ്. എഗ് വൈറ്റ്സ് ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ബ്രെഡ് ക്രംസിലേക്കും കൂടി മിക്സ് ചെയ്യാം. എനിക്കിതിൽ നിന്നിപ്പോൾ ഒരു അറൗണ്ട് റഫ്ലി 8 to 10 കട്ട്ലേറ്റ്സ് എനിക്ക് ഈ മിക്സിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഓയിൽ ചൂടായി വരുമ്പോഴത്തേന് നമ്മളുടെ കട്ട്ലേറ്റ്സ് നമുക്ക് ഇതിലേക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഷാലോ ഫ്രൈയും ഓപ്ഷനിലാണ്, പക്ഷേ കുറച്ചും കൂടി ഒരു ഈവൻ കളറും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഇതുപോലെ ക്രിസ്മസ് പോലൊക്കെയുള്ള ഒക്കേഷൻസിന് നമ്മൾ ഇതുപോലെ ഒന്ന് നീറ്റാക്കിയൊക്കെ എടുക്കുകയാണെങ്കിൽ ഗസ്റ്റിന് ഒക്കെ കൊടുക്കാൻ നേരത്ത് നമ്മളിങ്ങനെ എടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ വീട്ടിലത്തെ പേർപ്പസിനാണെങ്കിൽ ഷാലോ ഫ്രൈ ആണെങ്കിലും കുഴപ്പമില്ല. അപ്പം നമ്മുടെ ബീഫ് കട്ട്ലേറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് എല്ലാവരും കണ്ടില്ലേ? അപ്പം ഈ മെത്തേഡിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് ഡെഫിനറ്റായിട്ടും സക്സസ്ഫുൾ ആയിട്ട് വരണം. ഫുൾ പ്രൂഫ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പം ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും വാല്യുബിൾ ഫീഡ്ബാക്ക് അറിയിക്കുക. എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് വിഷ് ചെയ്യുന്നു. എല്ലാവർക്കും വിഷിംഗ് യു എ വെരി ഹാപ്പി ആൻഡ് പ്രോസ്പെറസ് ക്രിസ്മസ്. താങ്ക് യു ഫോർ വാച്ചിങ്.